ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാജൂസ് വേൾഡ്. ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. ബീട്രൂട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. അതിന് വേണ്ടി ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അതിലേക്ക് ഒരു സവാള കൂടി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിൽ ഉപ്പ് പിടിക്കാനാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉപ്പെല്ലാം അലിഞ്ഞ് അടിയിൽ വെള്ളം ഊറി വരാൻ സാധ്യതയുണ്ട്. അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മുരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ടിട്ട് വെള്ളം തീരെ ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കണം. അരിയേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയെല്ലാം അതിൽ നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. അതിനു വേണ്ടി കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. ഇത് ഇനി ഇത്രയും ഇളക്കിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടി വെച്ച് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാകും. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് കൊണ്ട് ബീട്രൂട്ടെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വെള്ളമൊക്കെ വറ്റിയെടുത്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി വരും വരെ ബായ്.